ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നാം ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ വീട്ടുവളപ്പിൽ കാണപ്പെടുന്ന മുളക് വർഗത്തിൽപ്പെട്ട കാന്താരി മുളക് അഥവാ ചീനിമുളക്, ഇതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്തൊക്കെയെന്നും ഉപയോഗക്രമം എങ്ങനെയെന്നും ഒക്കെ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കേരളത്തിൽ ചിലയിടങ്ങളിൽ ചീനിമുളക്, പറങ്കിമുളക് എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ജീവകങ്ങളായ എ, സി, ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് കാന്താരിമുളക്. കൂടാതെ ഫോസ്ഫറസ്, അയൺ, പൊട്ടാഷ്യം, കാൽസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. ദഹനത്തെ കൂട്ടാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നു. ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സിയുടെ 7 ഇരട്ടിയാണ് കാന്താരിമുളകിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കാന്താരിമുളക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും ദോഷകരമാവില്ല. ബാക്ടീരിയ, ഫംഗസ് എന്നിവയെ പ്രതിരോധിക്കാനും ഈ മുളകിന് കഴിവുണ്ട്. അമിതവണ്ണം കുറയ്ക്കാനും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ സംബന്ധമായ രോഗങ്ങൾക്കും പരിഹാരമാണ് കാന്താരിമുളക്. ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയാണ് കാന്താരിമുളക്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും മിതമായ തോതിൽ കാന്താരി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ഔഷധ ഗുണങ്ങൾ തരുന്ന കാന്താരിമുളക് അഥവാ ചീനിമുളക്, പറങ്കിമുളക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ഒരു തൈ നട്ടു വളർത്താൻ മറക്കരുത്. കൂടുതലായി കഴിച്ചാൽ, ഇനി ഇതിൻ്റെ ദോഷങ്ങളാണ് എന്താണെന്ന് നോക്കാം. കൂടുതലായി കഴിച്ചാൽ ചില ആളുകളിൽ ഹീമോഗ്ലോബിൻ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കണം. കാന്താരിയുടെ ചെടി വീട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ 4-5 തളിരില ചെറിയ മുറിവിൻ്റെ ഭാഗത്തോ ചതഞ്ഞ ഭാഗത്തോ അരച്ചിടുന്നത് പെട്ടെന്ന് ചതവ് മാറാനും മുറിവ് ഉണങ്ങാനും സഹായകരമായ ഒന്നാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ചില ആളുകൾ ഇത് ഉപ്പിലിട്ട് വെക്കുകയും ഉണക്കി വെക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കൊളസ്ട്രോൾ, ബി.പിയും ഒക്കെ ഉള്ള ആളുകൾ ഉപ്പിലിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഉണക്കി വെക്കുക, അല്ലെങ്കിൽ ആപ്പിൾ വിനാഗിരിയിൽ ഇട്ട് വെക്കുക എന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഉപ്പിടാത്ത മോര്, ബട്ടർ മിൽക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് 3 കാന്താരിയും 1 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് അത് മോരിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് വെറുതെ കഴിക്കുന്നതിനേക്കാൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ബായ്. അസ്സലാമു അലൈക്കും.